എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ദിൽഷാദ് ബാബു, തുറക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള DB എജുസോൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചാണ്, ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചാണ്. വി ഹാവ് ഡിസ്കസ്ഡ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ നദീതട സംസ്കാരങ്ങളുടെ പ്രധാനപ്പെട്ടൊരു സവിശേഷത എന്ന് പറയുന്നത് വൈഡ് യൂസ് ഓഫ് ബ്രോൺസ് ടൂൾസ് വാസ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഓൾ ദിസ് സിവിലൈസേഷൻ. നദീതട സംസ്കാരങ്ങളായിട്ടുള്ള സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരമാണെങ്കിലും, ചൈനീസ് സിവിലൈസേഷൻ ചൈനീസ് സംസ്കാരമാണെങ്കിലും, മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണെങ്കിലും, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് കോമൺ യൂസ് ഓഫ് ബ്രോൺസ്, വെങ്കലത്തിൻ്റെ ഉപയോഗങ്ങളാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പൊതു സവിശേഷതയായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരത്തെ കൂടെ തന്നെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അപ്പൊ നദീതട സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരമായിട്ടുള്ള ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പൊ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹവാർഡ് കാർട്ടർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റിന്റെ ഡയറി കുറിപ്പ് എല്ലാവരും വായിക്കണം. എന്താണ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് പാഠഭാഗത്തിലുള്ള പ്രമുഖനായിട്ടുള്ള ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ഹവാർഡ് കാർട്ടറുടെ ഡയറി കുറിപ്പ് വായിച്ചിട്ടായിരിക്കണം നമ്മൾ പാഠഭാഗത്തേക്ക് പോകേണ്ടത്. അതുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പ് വായിക്കണം. ഈ ഡയറിയിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പാഠഭാഗത്തേക്ക് പതിയെ പോകാം. ഓക്കെ? അപ്പോ ഹവാർഡ് കാർട്ടർ പറയാണ് അദ്ദേഹത്തിന്റെ ഡയറിയിലൂടെ ഐ റീച്ച്ഡ് ഈജിപ്റ്റ് നവംബർ 1922. ഞാൻ 1922 നവംബർ മാസത്തിൽ ഈജിപ്തിലെത്തി. ഇറ്റ് വാസ് എ ജേർണി ഇൻ സെർച്ച് ഓഫ് മമ്മി ഓഫ് തൂത്തുമാക്കാന്റെ മമ്മി തേടിയുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈജിപ്തിൽ എത്തിച്ചേർന്നത്. ദ എംപറർ വു ലിവ്ഡ് ദ 14th century. അദ്ദേഹം ഈജിപ്തിലെ ചക്രവർത്തിയായിരുന്നു. 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മമ്മി തേടിയിട്ടാണ് അദ്ദേഹം ഈജിപ്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇറ്റ് വാസ് എ ന്യൂ സ്റ്റേജ് ഓഫ് ദ ജേർണി ആൻഡ് സെർച്ച് ഓഫ് മമ്മി ആൻഡ് പിരമിഡ്. ഇത് മമ്മിയും പിരമിഡും ഒക്കെ തേടിയുള്ള അന്വേഷണത്തിന്റെ ഒരു പുതിയ ഘട്ടമായിരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ തുടക്കം. അപ്പൊ ഇദ്ദേഹം ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചില ചരിത്ര വസ്തുതകൾ തേടിയുള്ള യാത്രയായിരുന്നു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ, ഹിസ്റ്റോറിക്കൽ റിമൈൻസ്, ചരിത്രപരമായ അവശിഷ്ടങ്ങൾ ഹവാർഡ് കാർട്ടർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഡയറി പുരോഗമിച്ചു പോകുന്നത്. അപ്പൊ ഡയറി എല്ലാവരും വായിക്കണം. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. അപ്പൊ ഡയറിയിൽ പറയുന്ന ചില കാര്യങ്ങളെ കുറിച്ച് തന്നെ നമുക്ക് അന്വേഷിക്കാം. എന്താ ഡയറിയിൽ പറയുന്നത്? ഒരു എംപററുടെ പേര് പറയുന്നുണ്ട്, ഒരു ചക്രവർത്തിയുടെ പേര് പറയുന്നുണ്ട്. എന്താ ചക്രവർത്തി? ഹവാർഡ് കാർട്ടർ ഡയറിയിൽ പറയുന്ന ഒരു ചക്രവർത്തിയുടെ പേരുണ്ട്. എന്താണ്? തൂത്തൻഖാമൻ.
അപ്പൊ നമുക്ക് ആരാണ് അദ്ദേഹം ഒന്ന് പരിശോധിക്കാം. ആരാണ് അദ്ദേഹം? ഹി വാസ് കിങ് ഓഫ് ആൻഷ്യൻ ഈജിപ്ത്. അദ്ദേഹം പുരാതന ഈജിപ്തിലെ രാജാവായിരുന്നു തുത്തുമാക്കൻ, അല്ലെ? അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ഇനി ഈജിപ്തിലെ രാജാക്കന്മാർക്ക് അവർ പൊതുവെ പറഞ്ഞിരുന്ന പേരെന്താന്ന് പഠിക്കണം. ഫറോവ എന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു സംഭവമാണ്, എന്താണ് ഫറോവ? എല്ലാവരും പഠിക്കേണ്ടതാണ്. ഈജിപ്തിന്റെ ചരിത്രം പഠിക്കുന്ന എൻ്റെ കൂട്ടുകാർക്കെല്ലാം കൃത്യമായി മനസ്സിലാകേണ്ട ഒരു ഭാവമാണ് ഫറോവ. എന്താ ഫറോവ? ദ കിങ് ഓഫ് ഈജിപ്ത് വർ നോൺ ആസ് ഫറോവ. ആരാണ് ഫറോവ? ഈജിപ്തിലെ ചക്രവർത്തിമാർക്ക് അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് പൊതുവെ പറഞ്ഞിരുന്ന പേരാണ് ഫറോവ. മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഫറോവ എന്താന്ന് ചോദിച്ചാൽ ആരെയും തെറ്റിക്കോ? ഇല്ല. കിങ് ഓഫ് ഈജിപ്ത് വർ നോൺ ആസ് ഫറോവ. ഈജിപ്തിലെ രാജാക്കന്മാർക്ക് പറഞ്ഞിരുന്ന പേരായിരുന്നു ഫറോവ. ഫറോവനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മുമ്പിൽ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. ഫറോവയുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ കാണണം. ആ രാജാക്കന്മാരുടെ വേഷവിധാനങ്ങള്, രൂപങ്ങള്, ആ പ്രത്യേകതയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ദൃശ്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് മമ്മി. അദ്ദേഹത്തിന് ഡയറക്റ്റ് കുറിപ്പിൽ പറഞ്ഞ മറ്റൊരു പേരാണ് മമ്മി. എന്താണ് മമ്മി? ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ടേമാണ്, പദാവലിയാണ് മമ്മി. അപ്പൊ നമുക്ക് എന്താണ് മമ്മി എന്നൊന്നു പഠിച്ചു പോകാം. അല്ല, റെഡി അല്ല? ഓക്കെ. അപ്പോ മമ്മി എന്ന് പറഞ്ഞാല് ദ പ്രാക്ടീസ് ഓഫ് പ്രിസർവിങ് ദ ബോഡി ഓഫ് ഡെഡ് പ്രിവെയിൽഡ് ഇൻ ഈജിപ്ത്. ഈജിപ്തില് മൃതദേഹങ്ങൾ കേടുകൂടാതെ സംരക്ഷിച്ച് സൂക്ഷിക്കുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. ഇങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കപ്പെട്ട മൃതദേഹങ്ങളാണ് നമ്മൾ പറയുന്നത് മമ്മി എന്ന് പറയുന്നത്. മൃതദേഹമാണ് കേടുകൂടാതെ സൂക്ഷിക്കുന്ന മൃതദേഹങ്ങൾ. അങ്ങനെ ഒരു ആചാരം, അങ്ങനെ ഒരു രീതി ഈജിപ്തുകാർ വെച്ച് പുലർത്തിയിരുന്നു. അതിനെയാണ് ഈ മമ്മി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈജിപ്തുമായി പഠിക്കേണ്ടത് നമ്മൾ എന്താ? പിരമിഡാണ്. എന്താണ് പിരമിഡ് എന്ന് പഠിക്കണം. പിരമിഡ് എന്ന് പറയുന്നത് പിരമിഡ് വേർ ടോംബ്സ് വേർ മമ്മീസ് വേർ പ്രിസർവ്ഡ്. ഈ മമ്മി കേടുകൂടാതെ മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ടല്ലോ, ഈ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ള ശവ കുടീരങ്ങൾക്ക് പറയുന്ന പേരാണ് പിരമിഡ്. ഇത് വലിയ വർഷങ്ങളോളം എടുത്തിട്ട് വലിയ പണൊക്കെ ചെലവാക്കി ഉണ്ടാക്കുന്ന സംഭവമാണ് പിരമിഡ്. ഈ പിരമിഡുക്കുള്ളിലാണ് ഇവർ ഈ മമ്മി, ഈ മൃതദേഹങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് കേടുകൂടാതെ. അപ്പൊ നമുക്ക് 2 പോയിന്റ് മനസ്സിലാക്കി. എന്താണ് മമ്മി എന്ന് നിങ്ങൾ പഠിച്ചു, പിരമിഡ് എന്താണെന്നും പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. എന്താണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ? വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സവിശേഷത. ഓക്കെ, അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നദീതട സംസ്കാരം, റിവർ വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ആ സംസ്കാരം ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും നദീതീരങ്ങളിലൂടെ വളർന്നതായിരിക്കും, ഇല്ലേ? സിന്ധു നദിക്കാണെങ്കിലും ചൈനീസ് സംസ്കാരത്തിനാണെങ്കിലും മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിനാണെങ്കിലും ഒക്കെ ആ സംസ്കാരങ്ങളൊക്കെ ഒരു നദിയെ കേന്ദ്രീകരിച്ചാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ വാലി ഓഫ് റിവർ നൈൽ. ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നത്. ഏത് നദിയുടെ തീരത്താണ്? നൈൽ നദിയുടെ തീരത്ത്. അപ്പൊ നൈൽ നദിയുടെ തീരത്ത് രൂപം കൊണ്ട പുരാതന സംസ്കാരം ഏതാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ഉത്തരം എഴുതാ? ഈജിപ്ഷ്യൻ സംസ്കാരം. ഓക്കെ, ഇനി ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അഗ്രികൾച്ചർ വാസ് ദ ബാക്ക് ബോൺ ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഇവരുടെ ഏറ്റവും ജീവിതത്തിന്റെ അടിത്തറ അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു, കൃഷിയായിരുന്നു. അപ്പൊ അവിടുത്തെ ഈജിപ്ഷ്യൻ ജനത ഭൂരിഭാഗം പേരും കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്, അഥവാ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു ഈജിപ്ഷ്യൻ ജനത എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ വീവിംഗ് ഉണ്ടായിരുന്നു.
കുറച്ച് ആളുകൾ കൃഷി കഴിഞ്ഞാൽ നെയ്ത്തുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ദി ഗ്ലാസ് വെയർ, സ്ഫടിക പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിക്കുന്നവരുണ്ടായിരുന്നു. എന്നാലും ഭൂരിഭാഗം ആളുകളും കൃഷിയുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നു. അതുകൊണ്ട് അവരുടെ അടിത്തറ എന്ന് പറയുന്നത് കാർഷിക വൃത്തിയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈറ്റിംഗ് സിസ്റ്റമാണ്, എഴുത്തുവിദ്യ. ഈജിപ്തുകാർ എഴുത്തുവിദ്യ അറിയുന്ന ആളുകളായിരുന്നു. നിങ്ങൾക്കറിയാം അല്ലെ, പല സംസ്കാരത്തിന് എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈജിപ്തുകാരുടെ എഴുത്തുവിദ്യ കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പേരെന്താണ്? ഹെയറോഗ്ലിഫിക്സ് എന്നാ പറയാ. എന്താ പേര്? ഹെയറോഗ്ലിഫിക്സ്. ഈജിപ്തുകാരുടെ എഴുത്തുവിദ്യക്ക് പറയുന്ന പേരാണ് ഹെയറോഗ്ലിഫിക്സ്. ഈജിപ്ഷ്യൻ റൈറ്റിംഗ് സിസ്റ്റം നോൺ ആസ് ഹെയറോഗ്ലിഫിക്സ്. ഹെയറോഗ്ലിഫിക്സിന്റെ അർത്ഥം എന്ന് പറയുന്നത് സാക്രഡ് റൈറ്റിംഗ് എന്ന് പറയാം. എന്താ സാക്രഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ എഴുത്ത് അഥവാ വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഇതിന്റെ അർത്ഥം. എന്താണ് ഹെയറോഗ്ലിഫിക്സിന്റെ അർത്ഥം? എന്താണ്? വിശുദ്ധമായ എഴുത്ത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്തിലാണ് ഇവർ എഴുതിയിരുന്നത് അല്ലെ? ഓരോ സംസ്കാരങ്ങളും എഴുതാൻ വേണ്ടി ഓരോ രീതികളാണ് ഉപയോഗിച്ചിരുന്നത് അല്ലെ? അപ്പോ they used the leaves of the plant called papyrus for writing. പപ്പീറസ് എന്ന് പറയുന്ന ചെടിയുടെ ഇലകളിലായിരുന്നു ഈജിപ്തുകാർ എഴുതിയിരുന്നത്. എന്ത് ചെടിയുടെ ഇലയിലാണ്? പപ്പീറസ് എന്ന് പറയുന്ന ചെടികളുടെ ഇലയിലാണ് ഈജിപ്തുകാർ എഴുതിയിരുന്നത് കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ അവരുടെ എഴുത്തുവിദ്യ പഠിച്ചു അല്ലെ? ഇനി നമ്മൾ പോകുന്നത് സയൻസാണ്, ശാസ്ത്രം. ശാസ്ത്ര മേഖലകളില് സയൻസില് ഈജിപ്തുകാർ വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ശാസ്ത്രത്തിൽ ഈജിപ്തുകാരുടെ സംഭാവന പഠിക്കാൻ പോകാൻ നമ്മൾ. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കലണ്ടർ. കലണ്ടർ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇന്നത്തെ ആധുനിക കലണ്ടറിനോട് കിടപിടക്കുന്ന രീതിയിലുള്ള സാമ്യമുള്ള കലണ്ടർ ലോകത്തിന് ആദ്യമായി സംഭാവന നൽകിയ സംസ്കാരമാണ് ഈജിപ്ത്. അപ്പൊ ഈജിപ്തുകാരുടെ കലണ്ടറിന്റെ സവിശേഷത നമ്മൾ പഠിക്കണം. ഒരു വർഷം 365 ദിവസം കണക്കാക്കിയിട്ടുണ്ട് കലണ്ടറിൽ. അവരുടെ കലണ്ടറിന്റെ പ്രത്യേകതയാണ് ഒരു വർഷം 365 ദിവസം ഉണ്ട്. അതുപോലെ തന്നെ ഹിയർ ഡിവൈഡ് ഇൻറ്റു 12 months. ഓരോ വർഷത്തെയും 12 മാസങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ 12 മാസവും 30 ദിവസങ്ങളുള്ള മാസങ്ങളായിട്ടും തരംതിരിച്ചിരുന്നു. നോക്കൂ നിങ്ങൾ, അത്രയും ശാസ്ത്രീയമായ രീതിയിൽ വളരെ പുരോഗമിച്ചിട്ടുള്ള ഒരു കലണ്ടറാണ് അവര് തയ്യാറാക്കിയിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ദ റിമൈനിങ് 5 days were set aside for the celebration. ബാക്കി വരുന്ന 5 ദിവസം മറ്റു ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ മാറ്റിവെച്ചിരുന്നു. ഇതാണ് ഈജിപ്തുകാരുടെ കലണ്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. എല്ലാവരും ഈ ഭാഗം നന്നായിട്ട് പഠിക്കണം. ഇനി മാത്തമാറ്റിക്സ് എന്താണ്? ഗണിതശാസ്ത്രത്തില് ഈജിപ്തുകാരുടെ സംഭാവനകള്. എന്തെല്ലാം സംഭാവനകളാണ് ഈജിപ്തുകാർ ഗണിതശാസ്ത്രത്തിൽ നൽകിയിട്ടുള്ളത്? പരിശോധിക്കാം നമുക്ക്. റെക്ടാങ്കിൾസ്, ചതുരം, ട്രയാങ്കിൾസ്, ത്രികോണം, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിസ്തൃതി കണക്കാക്കാനൊക്കെ ഈജിപ്ഷ്യൻ ജനതക്ക് അറിയായിരുന്നു. ഇപ്പോൾ ഗണിതശാസ്ത്രത്തിൽ വലിയ സംഭാവനകളാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അഥവാ ഈജിപ്ഷ്യൻ സംസ്കാരം നൽകിയിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം ഞാൻ പറയാൻ പോകുന്നത് ഈജിപ്തുകാരുടെ സൺഡിയൽ, സൂര്യഘടികാരം. ഈജിപ്തുകാർ കണ്ടെത്തിയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. നോക്കൂ നിങ്ങൾ, സൂര്യഘടികാരം. എന്താ? ഈ ഷാഡോ അഥവാ നിഴലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സമയം കണ്ടെത്താനൊക്കെ അവർക്ക് സാധിച്ചിരുന്നു. അതാണ് സൂര്യഘടികാരം. വാട്ടർ ക്ലോക്ക്, ജലഘടികാരം. ഈ ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം കണ്ടെത്താൻ അവർക്ക് സാധിച്ചിരുന്നു. വാട്ടർ ക്ലോക്ക് വലിയ കണ്ടുപിടുത്ത, ജലഘടികാരം. ഓക്കെ, ഇങ്ങനൊക്കെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഈജിപ്തുകാർ നടത്തിയിരുന്നു.
മഹത്തായ കണ്ടുപിടുത്തങ്ങൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗം. ഇനി നമ്മൾ അവസാനമായിട്ട് പറയുന്നത് സ്കൾപ്ചറാണ്. എന്താ സ്കൾപ്ചർ? പ്രതിമാ നിർമ്മാണം. മനോഹരമായിട്ടുള്ള പ്രതിമകളെ ഈജിപ്തുകാരുണ്ടാക്കിയിരുന്നു. പ്രതിമാ നിർമ്മാണത്തിൽ വലിയ വൈദഗ്ധ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിമ ഞാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ഈ ചിത്രം അല്ല? എന്താണ്? സ്ഫിങ്സ്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രതിമയാണ്. എന്താ അതിന്റെ പ്രത്യേകത? നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? എന്താ അതിന്റെ പ്രത്യേകത? സ്ഫിങ്സിന്റെ പ്രത്യേകത? എ സ്റ്റാച്യു വിത്ത് ലയൺസ് ബോഡി ആൻഡ് ഹ്യൂമൻ ഹെഡ്. അതാ അതിന്റെ പ്രത്യേകത. എന്താ ഞാൻ പറഞ്ഞത്? ആ പ്രതിമയുടെ പ്രത്യേകത എന്താണ്? സിംഹത്തിന്റെ ശരീരവും മനുഷ്യന്റെ തലയുമുള്ള പ്രതിമയായിരുന്നു അത്, അല്ലെ? ഇപ്പൊ ദൃശ്യത്തിൽ കാണുന്നുണ്ടാവും നിങ്ങൾ. നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ചിത്രം എല്ലാവരും കണ്ടില്ലേ? ഇതൊക്കെ അവരുടെ നോക്കൂ നിങ്ങള്. അന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള പ്രതിമകളൊക്കെ അവരുണ്ടാക്കാൻ സാധിച്ചിരുന്നു, അല്ലെ? അപ്പൊ ഞാൻ ഈ പാഠഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നന്നായിട്ട് വായിക്കണം, നന്നായിട്ട് പഠിക്കണം. മറ്റൊരു സംസ്കാരവുമായി സോഷ്യൽ സയൻസിലെ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള DB എജുസോൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.